മനുഷ്യൻ എത്രമാത്രം ധനം സമ്പാദിച്ചാലും അത് നേടുന്നതിലൂടെ സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിച്ചെന്നാൽ അതൊരിക്കലും തികയുകയില്ല. ധനം അതിൽ തന്നെ തെറ്റല്ല. എന്നാൽ പണത്തോടുള്ള സ്നേഹം സകലവിധ പാപത്തിലേക്കും മനുഷ്യനെ നടത്തും. ജീവസന്ദേശത്തിൻ്റെ എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് അവിടുത്തെ ദൈവസാന്നിധ്യമാണ്, അല്ലാതെ അവിടുത്തെ വസ്തുവകകളല്ല. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രയെന്ന് പൗലോസ് എഴുതിയിരിക്കുന്നതിൻ്റെ കാരണം അതാകുന്നു. വസ്തുവകകളുടെ സമൃദ്ധി ദൈവസാന്നിധ്യത്തിന് പകരമാകില്ല എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു ശലോമോൻ രാജാവ്. ദൈവത്തിൻ്റെ പെട്ടകം ഉള്ളതിനാൽ ദാവീദിൻ്റെ പട്ടണത്തിൽ നിന്ന് മാറി തനിക്ക് അരമന പണിത ശലോമോൻ അതിൽ നിറച്ചത് സത്യത്തിൽ നരകമായിരുന്നു എന്നതാണ് വാസ്തവം. സഭാപ്രസംഗിയുടെ പുസ്തകം 5ഉം 6ഉം അധ്യായങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായം നാം പഠിക്കുവാൻ പോകുകയാണ്. ശലോമോൻ രാജാവ് ഇതിനോടകം പല കാര്യങ്ങൾ പരീക്ഷിച്ചതിനെക്കുറിച്ച് നാം ചിന്തിച്ചു. ജീവിതം സംതൃപ്തമാക്കുവാൻ ഇന്നും മനുഷ്യൻ പരീക്ഷിക്കുന്ന കാര്യങ്ങളാണ് ശലോമോൻ രാജാവ് അന്ന് പരീക്ഷിച്ചത്. തൻ്റെ മറ്റൊരു പരീക്ഷണത്തെക്കുറിച്ചാണ് 5-ാം അധ്യായത്തിൽ ശലോമോൻ വിവരിക്കുന്നത്. ഇത് തീർച്ചയായും താങ്കൾക്ക് വളരെയേറെ താല്പര്യമുള്ള കാര്യമാകും. ശലോമോൻ മതത്തിൽ സംതൃപ്തി കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു. എന്നാൽ അവിടെ അവനത് ലഭിക്കുന്നില്ല. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ഒരുപക്ഷെ താങ്കളെ ഞെട്ടിപ്പിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ അവയെക്കുറിച്ച് അല്പം ചിന്തിക്കുന്നതിന് മുൻപ് തള്ളിക്കളയരുതെന്ന് മാത്രം. മനുഷ്യനെ ലോകത്തിൽ മറ്റെന്ത് നശിപ്പിച്ചതിനേക്കാളേറെ നശിപ്പിച്ചിട്ടുള്ള ഒന്നാണ് മതം എന്ന വസ്തുത നിങ്ങൾക്കറിയാമോ? മതം വാസ്തവത്തിൽ കറുപ്പ് തന്നെയാണ്. മനുഷ്യനെ മയക്കുന്ന കറുപ്പ്. മനുഷ്യൻ്റെ ജീവിത നിലവാരത്തെ തന്നെ ബാധിച്ചിരിക്കുന്നത് മതമാണ്. പണ്ടും ഇന്നും വിജാതീയ മതങ്ങൾ മനുഷ്യരോട് ചെയ്തത് എന്താണെന്ന് ശ്രദ്ധിച്ചു നോക്കുക. സ്വാർത്ഥ താല്പര്യങ്ങളെ സംരക്ഷിക്കുവാൻ ഉണ്ടാക്കി വെച്ച മതങ്ങൾ, അതിലെ നിയമങ്ങൾ, ലോകത്തിലെ മറ്റേതൊരു ജനത്തെക്കാളും ഏറെ താണ ചിന്താഗതി നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കുള്ളതിന് കാരണം നമ്മുടെ മതമല്ലേ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഉദാഹരണത്തിന്, ഭിക്ഷ എടുക്കുന്നത് ദൈവാനുഗ്രഹമായി മതം പഠിപ്പിക്കുമ്പോൾ അത് ചെയ്യുന്ന മനുഷ്യരെ കുറ്റം പറയേണ്ടതുണ്ടോ? ആത്മാഭിമാനം നഷ്ടപ്പെട്ട, സ്വന്തം വില നഷ്ടപ്പെട്ട ഒരു കൂട്ടം മനുഷ്യർ, വളരെയേറെ പ്രകൃതി സമ്പത്തുള്ള പല രാജ്യങ്ങളും ദാരിദ്ര്യത്തിൽ കഴിയുന്നതിന് കാരണം അവരുടെ മതമല്ലേ? അതിലൂടെയുള്ള ചിന്താഗതിയല്ലേ? അന്ധവിശ്വാസങ്ങളും ജാതി നോട്ടവുമൊക്കെ മനുഷ്യന് മൃഗത്തേക്കാൾ അധപ്പതിച്ച ഒരവസ്ഥയിലാണ് കൊണ്ടെത്തിക്കുന്നത്. മതഭ്രാന്ത് പിടിച്ചവർ മതത്തിൻ്റെ പേരിലായിരുന്നു അന്യോന്യം കൊല്ലുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾക്കൊരു മതമുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം അതിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെട്ട് അതിനു പകരം ക്രിസ്തുവിനെ അംഗീകരിക്കുക. ക്രിസ്തു മാർഗത്തെ ഒരു മതമെന്ന് വിളിക്കാമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. അവനൊരു മതം സ്ഥാപിച്ചിട്ടില്ല. ക്രിസ്തീയത്വം ഒരു അനുഭവമാണ്, മതമല്ല. പിന്നെ കുറേ പേർ ഇത് മതമാക്കിയിട്ടുണ്ട്. ആ മതം ക്രിസ്തുവിൻ്റെ മതമല്ല. ക്രിസ്ത്യത്വത്തോടു കൂടെ യാതൊരു ആചാരങ്ങളും നൽകിയിട്ടില്ല എന്ന കാര്യം മറക്കരുത്. അതേക്കുറിച്ച് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഇന്ന് എല്ലാ വിധത്തിലുമുള്ള ആരാധനാക്രമത്തോടു കൂടിയ അനേകം സഭകൾ അല്ലെങ്കിൽ സഭാവിഭാഗങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടായിരിക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആരാധനാക്രമം എഴുതി വായിക്കാവുന്നതാണ്.
അല്ലെങ്കിൽ വേണ്ട അത് എഴുതി വായിക്കേണ്ട എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക ക്രമം തന്നിട്ട് ഇതുപോലെ മാത്രമേ പോകാവൂ എന്ന് ക്രിസ്തീയത്വത്തിലെങ്ങും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ അങ്ങനെ? കാരണം ക്രിസ്തുമാർഗം എന്നാൽ ഒരു വ്യക്തിയാണ്, കുറേ തത്വചിന്തകളല്ല. ഒരു വ്യക്തിയാണ്. ക്രിസ്ത്യാനി ആകുക എന്നാൽ താങ്കൾ ക്രിസ്തുവിനെ പിൻപറ്റുവാൻ തീരുമാനിക്കുക, ക്രിസ്തുവിനെ അംഗീകരിക്കുക. ക്രിസ്തുവിനെ ജീവിതത്തിൽ എല്ലാമായി അംഗീകരിച്ചിട്ടില്ലാത്ത ആരും ക്രിസ്ത്യാനിയല്ല. മതം ഒരിക്കലും മനുഷ്യന് സഹായകമായിരുന്നിട്ടില്ല എന്ന് ഞാൻ വീണ്ടും പറയട്ടെ. പിന്നെ ചിലർക്ക് സ്വന്തം താല്പര്യങ്ങൾ നിറവേറ്റുവാൻ അതൊരു ഉപാധിയായി തീർന്നിട്ടുണ്ട്. ചിലർ മതം കൊണ്ട് മുതലെടുപ്പ് നടത്തുന്നു, അത്രമാത്രം. സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാം വാക്യം ആദ്യം ഞാനത് വായിക്കാം. ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കുക. മൂഢന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്ത് ചെന്ന് കേൾക്കുന്നത് നല്ലത്. പരിജ്ഞാനമില്ലായ്കയാലല്ലോ അവർ ദോഷം ചെയ്യുന്നത്. മതഭക്തനായിരിക്കാൻ ശലോമോൻ വളരെ പരിശ്രമിച്ചു നോക്കി. അവൻ ദൈവാലയത്തിൽ പോയിരുന്നു. എന്നാൽ അവൻ മുന്നറിയിപ്പ് നൽകുന്നത് ഇപ്രകാരമാണ്: നിൻ്റെ വായ് തുറക്കാതെ മൗനമായിരിക്കുക. നീ പോയി ഇരിക്കുക, ശ്രദ്ധിക്കുക, എന്നാൽ ഒന്നിനും നിന്നെ തന്നെ അധികം ഏൽപ്പിച്ചു കൊടുക്കരുത് എന്ന്. എല്ലാറ്റിലും മിതത്വം കാണിക്കുക എന്നാണ് ശലോമോൻ ഉദ്ദേശിക്കുന്നത്. നല്ല ഉദ്ദേശത്തോടുകൂടെ അല്ല. 2-ാം വാക്യം, അതിവേഗത്തിലൊന്നും പറയരുത്. ദൈവസന്നിധിയിൽ ഒരു വാക്ക് ഉച്ചരിപ്പാൻ നിൻ്റെ ഹൃദയം ബന്ധപ്പെടരുത്. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ. ആകയാൽ നിൻ്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. വികാരത്തിൻ്റെ ആവേശത്താൽ യാതൊരു തീരുമാനവും കൈക്കൊള്ളരുത് എന്നാണ് ശലോമോൻ മുന്നറിയിപ്പ് നൽകുന്നത്. ആവേശം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രതിജ്ഞയെടുത്ത് പ്രതിജ്ഞാ കാർഡിൽ ഒപ്പിടരുതെന്ന്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, ശലോമോൻ മാത്രമല്ല, അത് ശ്രമിച്ചു നോക്കിയിട്ടുള്ള അനേകരുണ്ട്. ഇന്ന് നമ്മുടെ സഭകളിൽ അനേകർ അസന്തുഷ്ടരായി കഴിയുന്നുണ്ട്. അവർ ഒന്നിലും ഇടപെടാതെ അകന്നു നിൽക്കുന്നു. ചില ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം അവർ പങ്കുകൊള്ളും. എന്നിട്ടെങ്ങും തൊടാതെ യാതൊരു ബന്ധവുമില്ലാതെ അവർ രക്ഷപ്പെടും. ഇതുപോലെ നിർജീവമായ മറ്റൊന്നുമില്ല എന്ന കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. യാതൊരു കാര്യത്തിലും അവർ ഇടപെടില്ല. അവർ ഭക്തരാകുന്നു എന്നാണ് അവർ തന്നെ ചിന്തിക്കുന്നത്. 3-ാം വാക്യം, കഷ്ടപ്പാടിൻ്റെ ആധിക്യം കൊണ്ട് സ്വപ്നവും വാക്ക് പെരുപ്പം കൊണ്ട് ഭോഷൻ്റെ ജൽപ്പനവും ജനിക്കുന്നു. സഭകളിൽ പറയേണ്ടാത്ത അനേകം കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്, അല്ലേ? 4-ാം വാക്യം, ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്. മൂഢന്മാരിൽ അവന് പ്രസാദമില്ല. നീ നേർന്നത് കഴിക്കുക. കാര്യം ശരിയായി ഗ്രഹിച്ചിട്ടല്ലാതെ എന്ത് ത്യാഗവും സഹിക്കുവാൻ തയ്യാറാകാതെ ആരുടെയും ആഹ്വാനം അനുസരിച്ച് മുന്നോട്ടിറങ്ങരുത് എന്നാണ് അർത്ഥമാക്കുന്നത്. വെറും കാഴ്ചയ്ക്ക് വേണ്ടി അപ്രകാരം ചെയ്യുന്നവരുണ്ട്. തങ്ങളിരിക്കുന്ന സ്ഥാനത്ത് തന്നെ ഇരുന്നു കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി തീരുമാനം കൈക്കൊള്ളുന്നതാണ് അതിലും ഭേദം. യാതൊരു അർത്ഥവുമില്ലാതെ മീറ്റിങ്ങുകളിൽ മുമ്പോട്ട് കടന്നു എന്ന് തങ്ങളെ തന്നെ സമർപ്പിക്കുകയും എവിടെ കൈവക്കാൻ പറഞ്ഞാലും അവിടെയെല്ലാം കൈവക്കുകയും അങ്ങനെയുള്ള ആ സ്വഭാവം അരുത്. ഇവിടെ പറയുന്നു, ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്. ദൈവത്തോട് ചെയ്ത തീരുമാനങ്ങൾ തെറ്റിക്കരുത് എന്നാണ് അർത്ഥം. ദൈവത്തോട് പ്രതിജ്ഞ ചെയ്ത ശേഷം അത് താങ്കൾ തെറ്റിച്ചാൽ ദൈവവുമായി സജീവമായ ബന്ധം താങ്കൾക്ക് സാധ്യമല്ലാതായിത്തീരും. നിവർത്തിക്കപ്പെടാത്ത അർത്ഥശൂന്യമായ അനേകം തീരുമാനങ്ങളും വാഗ്ദാനങ്ങളും ഇന്നും പലരും ചെയ്തുകൊണ്ടിരിക്കുന്നു. നേർച്ച നേരുന്നതിനെക്കുറിച്ച് ദൈവം കൽപ്പന തന്നിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ലേവ്യ പുസ്തകം 27-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്ന നീ ഒരു നേർച്ച അഥവാ പ്രതിജ്ഞ ദൈവത്തോട് ചെയ്യുമ്പോൾ നീ അത് ചെയ്യും എന്ന് ദൈവം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് വളരെ ആലോചിച്ച് ഉറച്ചു മാത്രമേ തീരുമാനങ്ങൾ ദൈവിക കാര്യങ്ങളിൽ കൈക്കൊള്ളാവൂ എന്നാണ് അവിടെ കാണുന്നത്.
ദൈവമായുള്ള താങ്കളുടെ ഇടപാടും തീരുമാനവും വെറും മതപരമായ ആചാരാനുഷ്ഠാനമല്ല. താങ്കളെ ശ്രദ്ധിക്കുകയും താങ്കളുടെ വാക്ക് പാലിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് താങ്കൾ ഇടപാട് നടത്തുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. പാഴ്വാക്കായി ഒന്നും പറയരുത്. ഏതെങ്കിലും പ്രശ്നം വരുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു കൊള്ളാം, ഞാൻ ഇങ്ങനെ ചെയ്തു കൊള്ളാം എന്നുള്ള ആ വിധത്തിലുള്ള നേർച്ചകൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ ദൈവം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. ഇനിയും 5ഉം 6ഉം വാക്യങ്ങൾ, നേർന്നിട്ട് കഴിക്കാതെ ഇരിക്കുന്നതിനേക്കാൾ നേരാതെ ഇരിക്കുന്നത് നല്ലത്. നിൻ്റെ വായ് നിൻ്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതൻ്റെ സന്നിധിയിൽ പറയുകയുമരുത്. ദൈവം നിൻ്റെ വാക്ക് നിമിത്തം കോപിച്ച് നിൻ്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? സ്വപ്ന ബഹുത്വത്തിലും വാക്ക് പെരുപ്പത്തിലും വ്യർത്ഥതയുണ്ട്. നീയോ ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തോട് തീരുമാനം ചെയ്ത ശേഷം എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ ഉദ്ദേശിച്ചത് അതായിരുന്നില്ല എന്ന് പറയരുത്. ഞാൻ വാസ്തവത്തിൽ അത് അർത്ഥമാക്കിയില്ല എന്ന് പറയരുത്. ഇങ്ങനെയൊക്കെ താങ്കൾ ഒരിക്കലും പറയരുത് എന്നാണ് ശലോമോൻ മുന്നറിയിപ്പ് നൽകുന്നത്. ജീവനുള്ള ദൈവവുമായിട്ടാണ് നാം ഇടപാട് നടത്തുന്നത്. ദൈവം കേട്ടില്ല, ദൈവം കണ്ടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇക്കാര്യം അനേകം ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ദൈവിക അനുഗ്രഹങ്ങളിൽ നിന്നും അവർ അകന്നു പോകുന്നു. ദൈവത്തിന് പോലും അവരെ അനുഗ്രഹിക്കാൻ സാധിക്കാത്ത വിധം അവർ ദൈവത്തെ പരിമിതിപ്പെടുത്തുന്നു. ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. 7-ാം വാക്യത്തിൽ നാം വായിച്ചല്ലോ, സ്വപ്നബഹുത്വത്തിലും വാക്ക് പെരുപ്പത്തിലും വ്യർത്ഥതയുണ്ട്, നീയോ ദൈവത്തെ ഭയപ്പെടുക എന്ന്. ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന് അവ പകരമാകുന്നില്ല എന്നർത്ഥം. ഞാനൊരു സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി എന്നെല്ലാം അനേകർ പറയാറുണ്ട്. ചിലർ ആരാധനയിൽ സാക്ഷിക്ക് എഴുന്നേറ്റാൽ ഇത് മാത്രമേ പറയാനായിട്ടുള്ളൂ. അവർ ആ സ്വപ്നത്തിലോ അനുഭവത്തിലോ ആണ് വിശ്വാസം അർപ്പിക്കുന്നത്, ദൈവത്തിലല്ല. ദൈവവചനത്തെ പരിശോധിക്കുന്നതിന് പോലും തങ്ങളുടെ അനുഭവത്തെ ഉപയോഗിക്കുന്ന അനേകം ആളുകൾ ഇക്കാലത്തുണ്ട്. വാസ്തവത്തിൽ നേരെ മറിച്ചാണ് ചെയ്യേണ്ടത്. എല്ലാ അനുഭവങ്ങളും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, ഏത് ആത്മാക്കളെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയെന്ന് ശോധന ചെയ്യുകയും. അനേകർ തങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നു. അത് വെറും മതഭക്തി മാത്രമാകുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. വികാരത്തെ അടിസ്ഥാനമാക്കിയുള്ള ജീവിതമാണത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ക്രിസ്തുവിലുള്ള താങ്കളുടെ വിശ്വാസം അനുഭവത്തിലാണോ അതോ ദൈവത്തിൻ്റെ വചനത്തിലാണോ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്? താങ്കൾക്ക് മതഭക്തിയാണോ അതോ ക്രിസ്തുവാണോ ഉള്ളത് എന്ന് ശോധന ചെയ്യുക. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 8-ാം വാക്യം, ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതിയും ന്യായവും എടുത്തു കളയുന്നതും കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത്. ഉന്നതന് മീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. ഈ ഭരണതലങ്ങളിലെല്ലാം അഴിമതിയെക്കുറിച്ച് നാം കേൾക്കാറുണ്ട്. ഇക്കാലത്ത് നാം ഇത് വളരെയധികം പറഞ്ഞു കേൾക്കാറുണ്ട്. പാവപ്പെട്ടവർക്ക് വേണ്ടി നടത്തുന്ന പ്രത്യേക പദ്ധതികളിൽ പോലും അഴിമതി നടത്തുന്നു. പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുക എന്ന് പറയില്ലേ, അതുതന്നെ. ഈ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്ത് അനേകർ സമ്പന്നരാകുവാൻ ശ്രമിക്കുന്നു. ദൈവം അവരെ ന്യായം വിധിക്കും എന്നാണ് ശലോമോൻ പറയുന്നത്. ഉന്നതനും മീതെ അത്യുന്നതൻ ജാഗരിക്കുന്നു എന്നത്രേ നാം വായിച്ചത്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ദൈവം കാണുന്നു. ദൈവം ന്യായവിധിയിൽ കൂടി അതിൽ ഇടപെടുകയും ചെയ്യും. ഈ ലോകത്തിൻ്റെ ചരിത്രം അതിന് സാക്ഷ്യം വഹിക്കുന്നു. ഗവൺമെൻറ്റുകൾ ദരിദ്രന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് ദൈവം നോക്കുന്നു. ദരിദ്രരെ പീഡിപ്പിച്ച ഗവൺമെൻറ്റുകൾ വീണുപോയിട്ടുണ്ട്. എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഫ്രഞ്ച് വിപ്ലവം, അതുപോലെ അനേക സ്ഥലങ്ങളിൽ
നടന്നിട്ടുള്ള വിപ്ലവങ്ങൾ. കർത്താവായ യേശുക്രിസ്തു ഭരണം നടത്തുവാൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ, അതായത് തൻ്റെ 1000 ആണ്ട് വാഴ്ചയിൽ അവൻ നീതിയോടും ന്യായത്തോടും കൂടെ ഭരണം നടത്തും. അന്ന് ഓരോരുത്തരും തൻ്റെ ഭാഗം ഭംഗിയായി നിവർത്തിക്കുകയും അവൻ്റെ കൈകളിൽ നിന്ന് അവർക്ക് ന്യായം ലഭിക്കുകയും ചെയ്യും. ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുവാനുള്ള ശലോമോൻ്റെ പരീക്ഷണങ്ങളിൽ പുതിയൊരു ഭാഗത്താണ് തുടർന്ന് നാം വരുന്നത്. നാം മുമ്പ് ചിന്തിച്ചതുപോലെ അവൻ ശാസ്ത്രരംഗത്ത് പരീക്ഷണങ്ങൾ നടത്തി നോക്കി. അതായത് പ്രകൃതി നിയമങ്ങൾ അവൻ പരിശോധിച്ചു, ജ്ഞാനവും തത്വശാസ്ത്രവും അവൻ പരീക്ഷിച്ചു നോക്കി, ജീവിത സുഖങ്ങൾ അവൻ പരീക്ഷിച്ചു, വസ്തുമയത്വം, മെറ്റീരിയലിസം, ഇവയെല്ലാം ശലോമോൻ പരീക്ഷിച്ചു. ഇന്നത്തേക്ക് വേണ്ടി മാത്രം ജീവിക്കുവാൻ അവൻ ശ്രമിച്ചു നോക്കി. വിധി വിശ്വാസം അവനിൽ വളരെയധികം ഉണ്ടായിരുന്നു. സ്വയത്തിനു വേണ്ടി മാത്രം ജീവിക്കുമെന്ന് അവൻ പരീക്ഷിച്ചു നോക്കി. എല്ലാറ്റിനും മീതെ മതഭക്തിയും പരീക്ഷിച്ചു. തുടർന്ന് മറ്റൊരു പരീക്ഷണത്തിൽ ഏർപ്പെടുന്നതായി ശലോമോനെ നാം കാണുന്നു. മറ്റാരേക്കാളും അധികം ധനം സമ്പാദിക്കുന്നതിനും അത് വിനിയോഗിക്കുന്നതിനും കഴിയുമായിരുന്ന സ്ഥാനത്തായിരുന്നു ശലോമോൻ. ഭൂമിയിൽ അന്ന് ജീവിച്ചിരുന്നവരിൽ ഏറ്റവും ധനവാനായ മനുഷ്യൻ ഒരുപക്ഷെ ശലോമോൻ ആയിരുന്നിരിക്കാം. സ്വർണം ശേഖരിച്ചു വെക്കുന്നതിൽ ശലോമോൻ വലിയ തൽപരനായിരുന്നു. തനിക്ക് ആഗ്രഹമുള്ള എന്തും വാങ്ങുവാൻ അവന് കഴിയുമായിരുന്നു. അവസാനം ദേശത്തിൻ്റെ അധഃപതനത്തിന് കാരണമായത് ശലോമോൻ്റെ ധനമായിരുന്നു. ചുറ്റുപാടുമുള്ള രാജാക്കന്മാർ അസൂയാലുക്കളായി തീർന്നു. ഈ ധനത്തിൽ കുറെ എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തുവാൻ അവർ ശ്രമിച്ചു. ദൈവം ഇസ്രായേലിന് ചുറ്റും സംരക്ഷണത്തിൻ്റെ മതിൽ കെട്ടിയിരുന്നു. എന്നാൽ ആ മതിൽ ഇടിഞ്ഞു വീണു. ചുറ്റുപാടുമുള്ള രാജാക്കന്മാർ ഇസ്രായേലിൽ വന്ന് അവരുടെ ധനം കൊള്ള ചെയ്തു. ദൈവം അതിനായിട്ട് അവരെ അനുവദിച്ചു എന്നാണ് നാം കാണുന്നത്. ധനത്തിൻ്റെ ശേഖരണത്തിലും ഉപയോഗത്തിലും കൂടി സംതൃപ്തി കണ്ടെത്തുവാനുള്ള ശലോമോൻ്റെ അന്വേഷണമാകുന്നു ഈ 10 മുതലുള്ള വാക്യങ്ങളിൽ, 5-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ഞാൻ 10-ാം വാക്യം വായിക്കാം. ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല, അതും മായയത്രേ. ഒരു മനുഷ്യന് നല്ലൊരു തുക ബാങ്ക് നിക്ഷേപം ഉണ്ടായിരിക്കാം. അവന് കുറച്ച് സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യുവാൻ ഇതൊക്കെ ഉപകരിച്ചു എന്ന് വന്നേക്കാം. എങ്കിലും അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരിക്കലും അത് സംതൃപ്തി നൽകില്ല. ധനത്തിന് ജീവിതത്തിൽ സംതൃപ്തി കൊടുക്കുവാൻ കഴിയുകയില്ല സുഹൃത്തെ. ധനം അതിൽ തന്നെ തെറ്റായ കാര്യമല്ല. ബൈബിളിൽ ധനത്തെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞിട്ടില്ല. എന്നാൽ പണത്തെ സ്നേഹിക്കുന്നതിനെതിരായിട്ടാണ് തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ദ്രവ്യാഗ്രഹം, അതെ, പണമല്ല, പിന്നെയോ പണത്തോടുള്ള ആഗ്രഹം, സ്നേഹം, അത് സകലവിധ ദോഷത്തിനും മൂലകാരണമായി തീർന്നിരിക്കുന്നു എന്ന് പൗലോസ് തിമോത്തിയോസിന് എഴുതുമ്പോൾ 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ധനത്തിനു വേണ്ടി മാത്രം ധനം കൂട്ടിവെക്കുന്നത് തെറ്റായ കാര്യമാണ്. മനുഷ്യന് പണത്തോടുള്ള മനോഭാവമാണ് കാര്യമായി എടുക്കേണ്ടത്. ദ്രവ്യാഗ്രഹമാണ്, അതായത് പണത്തോടുള്ള അത്യാഗ്രഹം അഥവാ ആർത്തിയാണ് തെറ്റ്. ധനത്തിനു വേണ്ടി മാത്രം ധനവാനാകുവാൻ അതവരെ പ്രേരിപ്പിക്കും. പണത്തിനു വേണ്ടി മാത്രം പണമുണ്ടാക്കുന്നതിനായി ഏതെങ്കിലും ഒരു പ്രത്യേക സംവിധാനത്തിൽ മനുഷ്യൻ ഒരുമിച്ച് നിൽക്കുന്നത് നാം സാധാരണ കാണാറുണ്ടല്ലോ. ഈ ഒരു കാര്യമില്ലായിരുന്നെങ്കിൽ അവർ കീരിയും പാമ്പും പോലെ തമ്മിൽ തല്ലിയേനേയും. അത്യാഗ്രഹമാണ് അനേകരെയും ഒരുമിച്ച് നിർത്തുന്നത് തന്നെ. പല വലിയ ബിസിനസ്സുകളും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നത് അത്യാഗ്രഹം മാത്രമാണല്ലേ. അധോലോകത്തെ ഒരുമിച്ച് നിർത്തുന്നതും അതല്ലേ അത്യാഗ്രഹം. അതെ, ഭരണതലത്തിലും അതായത് രാഷ്ട്രീയ രംഗങ്ങളിലും പലരും ഒരുമിച്ച് നിൽക്കുന്നത് ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ്. എങ്ങനെയെങ്കിലും ജയിക്കുവാനായി അന്യോന്യം ചെളിവാരി എറിയും. പറയാവുന്ന അത്രയും ചീത്ത അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. എന്നിട്ട് ജയിച്ചു കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരാനായി ഒരുമിച്ച് നിൽക്കും. പല സംഘടനകളെയും ചേർത്ത് നിർത്തുന്നത് ഈ അത്യാഗ്രഹം മാത്രമാണ്. മറ്റുള്ളവർ ദാരിദ്ര്യത്തിലും ആവശ്യത്തിലും ഇരിക്കുമ്പോൾ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് വളരെയേറെ പണം സ്വന്തമായി വെച്ച് ചെലവഴിക്കുന്നത് പാപമാകുന്നു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്.
ഞാൻ വീണ്ടും പറയട്ടെ, മറ്റുള്ളവർ ദാരിദ്ര്യത്തിലും ആവശ്യത്തിലും ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സംഘടന വളരെയേറെ പണം സ്വന്തമായി വെച്ച് ചെലവഴിക്കുന്നത് പാപമാകുന്നു. മറ്റുള്ളവർക്ക് തൊഴിൽ സാധ്യത ഉണ്ടാക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്തെന്നാൽ അംഗീകരിക്കാം. എന്നാൽ ഇതൊന്നുമില്ല. പണം കൂട്ടി വയ്ക്കും. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തേ ഒക്കൂ. ഞാൻ അതത്ര വിശ്വസിക്കുന്നു. മറ്റാരേക്കാളും ഏറെ ഇന്ന് നാമും നമ്മുടെ സമൂഹവും ഇക്കാര്യത്തിൽ കുറ്റക്കാരാണ്. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വീടുകൾ പണിതിടും, വീടുകൾ വാങ്ങിക്കൂട്ടും, പിന്നെ അത് അവിടെ കിടന്ന് നശിക്കും. അതുകൊണ്ടെന്താ, നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും കൂടുതൽ ആരും അവകാശപ്പെടുവാനില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ കുമിഞ്ഞുകൂടിയിരിക്കുന്നത് ഞാനിരുന്ന് പ്രസംഗിക്കുന്ന ഈ ജില്ലയിൽ തന്നെ ആകുന്നു എന്നത് ഏറെ ലജ്ജാകരമായി എനിക്ക് തോന്നുന്നു. അൺക്ലെയിംഡ് ബാങ്ക് ഡിപ്പോസിറ്റ്സ്. ഇങ്ങനെയുള്ള കാര്യത്തെ ദൈവം കുറ്റപ്പെടുത്തുന്നു. പണത്തോടുള്ള അത്യാഗ്രഹവും അതുകൊണ്ടുള്ള ഉപയോഗവും മൂലം ആണ് ദൈവം കുറ്റപ്പെടുത്തുന്നത് എന്ന് മറക്കരുത്. പണം നാം എപ്രകാരമാണ് സമ്പാദിക്കുന്നത് എന്നതും അത് ഏത് വിധത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. പണം ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഉണ്ടാക്കുകയും അത് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ വളരെ നല്ലതാണ്. പണം ഒരു നല്ല യജമാനൻ അല്ല, എന്നാൽ ഒരു നല്ല ദാസനാണ്. ധനം നാം സമ്പാദിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, അത് നമ്മുടെ യജമാനനാകരുത്. നമ്മെ എപ്പോഴും ഭരിക്കുന്ന ഒന്നായി പണം തീരരുത്. ദ്രവ്യാഗ്രഹത്തിനുള്ള ഏക പ്രതിവിധി കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിക്കുക എന്നത് മാത്രമാണ്. ജീവിതത്തിൽ ക്രിസ്തുവിന് പ്രഥമസ്ഥാനം നൽകുക, അതുമാത്രമാണ് ദ്രവ്യാഗ്രഹത്തിനുള്ള ഏക പ്രതിവിധി. 11-12 വാക്യങ്ങളിൽ നാം കാണുന്നു, വസ്തുവക പെരുകുമ്പോൾ അതുകൊണ്ട് ഉപജീവിക്കുന്നവരും പെരുകുന്നു. അതിൻ്റെ ഉടമസ്ഥന് കണ്ണുകൊണ്ട് കാണുകയല്ലാതെ മറ്റെന്ത് പ്രയോജനം? വേല ചെയ്യുന്ന മനുഷ്യൻ അല്പമോ അധികമോ ഭക്ഷിച്ചാലും അവൻ്റെ ഉറക്കം സുഖകരമാകുന്നു. ധനവാന്റെ സമൃദ്ധിയോ അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല. വേല ചെയ്യുന്ന മനുഷ്യന് ഭക്ഷിപ്പാൻ അധികം കാണുകയില്ല, അതുകൊണ്ട് അവനൊരു തീറ്റിപ്രിയനായിരിക്കുകയില്ല. അധികം തിന്നാത്തത് കൊണ്ട് അവന് സുഖമായി ഉറങ്ങുവാനും കഴിയും എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. എന്നാൽ ധനവാന്റെ കാര്യം അതല്ല. അവന് ധാരാളമുണ്ട്. അവന് വിഭവസമൃദ്ധമായ സദ്യയാണ് എപ്പോഴും ഉള്ളത്. അതവനെ അവശനാക്കും, പെട്ടെന്ന് രോഗിയാക്കും. ഭക്ഷണത്തിന് വേണ്ടിയുള്ള വിശപ്പും ആഗ്രഹവും തന്നെ അവന് നഷ്ടപ്പെട്ടിരിക്കും. കൂടാതെ തൻ്റെ ധനത്തെക്കുറിച്ചുള്ള ആകുല ചിന്തയും അവനുണ്ടായിരിക്കും. അതുകൊണ്ട് അവൻ രാത്രി ഉറങ്ങുവാൻ കഴിയാത്തവനായി തൻ്റെ ധനം തൻ്റെ ആകുല ചിന്തയെ വർദ്ധിപ്പിക്കുന്നതായി മനസ്സിലാക്കുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇതൊരു സാധാരണ കാര്യമാണ്. പണ്ടൊക്കെ വളരെയധികം അധ്വാനിച്ചിരുന്നവർ ഇന്ന് നിത്യരോഗികളായി തീർന്നിരിക്കുകയാണ്. അന്ന് ശരീരത്തിന് ആവശ്യം പോലെ വ്യായാമമുണ്ടായിരുന്നു. ഇന്ന് അപ്പച്ചനും അമ്മച്ചിയും യാതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് മക്കൾ പ്രത്യേകം അവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. പലിശ അങ്ങ് വീട്ടിൽ വന്നോളും, അതുകൊണ്ടങ്ങ് ആസ്വദിച്ചോണ്ടാൽ മതി. അതുകൊണ്ട് യാതൊന്നും ചെയ്യാതെ ഇരുന്നുള്ള ഡയബറ്റിക്സും അതുപോലെയുള്ള സകല അസുഖങ്ങളും വലിച്ചു വയ്ക്കുന്നു. തന്മൂലം ജീവിതത്തിൽ യാതൊരു സുഖവുമില്ലാത്തതായുള്ള സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നു. ഉറക്കമില്ല, എപ്പോഴും രോഗം, എപ്പോഴും ബുദ്ധിമുട്ട്. മനുഷ്യന് പറ്റിയിരിക്കുന്ന അബദ്ധം ഓർക്കണേ. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സൂര്യന് കീഴെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വല്ലാത്ത തിന്മയുണ്ട്. ഉടമസ്ഥൻ തനിക്ക് അനർത്ഥത്തിനായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്ന സമ്പത്ത് തന്നെ. ധനം സഹായിക്കുന്നതിന് പകരം അനേകരുടെ അനർത്ഥത്തിന് കാരണമായി തീരാറുണ്ട്. ചിലപ്പോൾ ധനവാനേക്കാൾ ദരിദ്രനായിരിക്കും സന്തോഷമുള്ളവൻ എന്ന് തോന്നുന്നു. 14-ാം വാക്യം, ആ സമ്പത്ത് നിർഭാഗ്യവശാൽ നശിച്ചു പോകുന്നു. അവനൊരു മകൻ ജനിച്ചാൽ അവൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടാകുകയില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു മനുഷ്യൻ വളരെ ധനം കൂട്ടിവെച്ചിട്ട് അതെല്ലാം തൻ്റെ മകന് കൊടുത്തിട്ട് പോകുവാൻ കഴിയും. ആ മകൻ അത് മുഴുവൻ ചെലവഴിച്ചെന്നിരിക്കും. തങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപ പോലും സമ്പാദിച്ചിട്ടില്ലാത്ത ചില ധനവാന്മാരായ ആളുകൾ ഇന്നുണ്ട്. അവർ ധനവാന്മാരായിരിക്കുന്നത് അവകാശമായി അവർക്ക് സ്വത്തും ധനവും പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ചു എന്നതുകൊണ്ടാണ്. പണം വ്യയം ചെയ്യുന്ന കാര്യത്തിൽ വിവേചനാശക്തി അവർക്കില്ല. എങ്കിലും അവർ സ്വാധീനമുള്ള സ്ഥാനത്താണ് ഇരിക്കുന്നത്.
ധനത്തിന് സംതൃപ്തി നൽകുവാൻ കഴിയുകയില്ല എന്ന കാര്യം ശലോമോൻ മനസ്സിലാക്കി. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ധനം പരിഹാരമാകുന്നില്ല. ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ ശലോമോൻ ധനം കണ്ടെത്തുകയും അത് അനുഭവിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഭാഗം 6-ാം അധ്യായത്തിൽ ആണ് അവസാനിക്കുന്നതായി നാം കാണുന്നത്. 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ശ്രദ്ധിച്ചാട്ടെ, 6-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. സൂര്യന് കീഴെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു തിന്മയുണ്ട്, അത് മനുഷ്യർക്ക് ഭാരമുള്ളതാകുന്നു. ദൈവം ഒരു മനുഷ്യന് ധനവും ഐശ്വര്യവും മാനവും നൽകുന്നു. അവൻ ആഗ്രഹിക്കുന്നതിന് ഒന്നിനും അവന് കുറവില്ല. എങ്കിലും അത് അനുഭവിപ്പാൻ ദൈവം അവന് അധികാരം കൊടുക്കുന്നില്ല. ഒരു അന്യനത്രേ അത് അനുഭവിക്കുന്നത്. അത് മായയും വല്ലാത്ത വ്യാധിയും തന്നെ. പല പിതാക്കന്മാരും ഒരായുസ് മുഴുവൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് മുഴുവൻ നശിപ്പിക്കുന്നതായ മക്കളെ കണ്ടിട്ടില്ലേ? അതും പിതാക്കന്മാർ ആഗ്രഹിക്കാത്ത വിധത്തിൽ മുഴുവൻ വ്യയം ചെയ്യുന്നതായിട്ടുള്ള മക്കൾ. എല്ലാം ഉണ്ടെങ്കിലും ചിലർക്കത് അനുഭവിക്കുവാൻ സാധിക്കില്ല. 3-ാം വാക്യം നാം വായിക്കുമ്പോൾ കാണുന്നത്, ഒരു മനുഷ്യൻ 100 മക്കളെ ജനിപ്പിക്കുകയും ഏറിയ സംവത്സരം ജീവിച്ച് ദീർഘായുസായിരിക്കുകയും ചെയ്തിട്ടും അവൻ നന്മ അനുഭവിച്ച് തൃപ്തനാകാതെയും ഒരു ശവസംസ്കാരം പ്രാപിക്കാതെയും പോയാൽ ഗർഭം അലസിപ്പോയ പിണ്ഡം അവനേക്കാൾ നന്ന് എന്ന് ഞാൻ പറയുന്നു. ധനികനായ മനുഷ്യന് ദിവസം 3 നേരമേ ആഹാരം കഴിപ്പാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ 4 നേരം കഴിച്ചെന്ന് വന്നേക്കാം. ഒരേ സമയത്ത് അവനും ഒരു കട്ടിലിൽ കിടന്നുറങ്ങുവാൻ കഴിയൂ? 2 കട്ടിലിൽ കിടക്കാൻ കഴിയുമോ? എത്ര ഡോക്ടർമാർ അയാൾക്ക് ചുറ്റും ഉണ്ടായിരുന്നാലും പാവപ്പെട്ടവനേക്കാൾ അധികം നാൾ അവന് ജീവിച്ചിരിപ്പാൻ കഴിയുകയില്ല. അവനും പോകുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല. ഇയ്യോബ് ഒരു ധനികനായിരുന്നു, എന്നാൽ അവൻ പറഞ്ഞത്, ഞാൻ ഇവിടേക്കൊന്നുമില്ലാത്തവനായി വന്നു എന്നാണ്. ഇവിടെ നിന്നും യാതൊന്നും കൊണ്ടുപോവുകയുമില്ല എന്നവൻ പറയുന്നു. ജീവിതത്തിൽ ഇവിടെ സന്തോഷം നൽകുവാൻ കഴിയാത്തതും പിന്നത്തേതിൽ വിലയില്ലാത്തതുമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യൻ തൻ്റെ ആയുസ് നഷ്ടപ്പെടുത്തുന്നത് അർത്ഥശൂന്യമാണ്. അത് പണമോ പ്രതാപമോ സ്ഥാനമാനങ്ങളോ സുഖസൗകര്യങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ, ഈ നശിച്ചു പോകുന്നതിനു വേണ്ടി ആയുസ് കളയുന്നത് എത്ര മഠയത്തരമാണ്, മായയാണ്. ഇത് ശലോമോൻ്റെ അനുഭവമാണ്. പാഠങ്ങൾ പഠിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത് കൃത്യമായി പഠിക്കാം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പുല്ലുണങ്ങി പൂ ഉതിർന്ന് അതിൻ്റെ രൂപഭംഗി കെട്ടുപോകുന്നു, അതുപോലെ ധനവാനും തൻ്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകുന്നു എന്ന് താൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാം ദൈവത്തിൽ പ്രശംസിക്കുന്നവരായിരിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതിന് ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ.